പിടിക്കുക എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവും ഈ സംഭവങ്ങൾക്കില്ല എന്നത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഈ താരസംഘടനയിൽ നിന്ന് ശ്വേത പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെച്ചിട്ടുണ്ട്. അൻസിബയുടെ പരാതിയിൽ ആരോപണ വിധേയായ ലക്ഷ്മിപ്രിയയും പ്രാഥമിക അംഗത്വവും അമ്മയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു എന്നതാണ് പറഞ്ഞത്. ഇനി ഇതിൽ ഒരു തരത്തിലുള്ള പരസ്യ പ്രതികരണത്തിനും താനില്ല എന്ന് പറയുന്നു. അപ്പോൾ കൂടുതൽ പേരുടെ രാജി ഉണ്ടാകുമോ എന്നറിയില്ല. എന്താണ് അതിനുള്ളിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് അതിൽ പങ്കെടുത്തവർ പുറമേക്ക് വന്ന് പറഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാകുക. അങ്ങനെ ചില അഭിപ്രായങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. മല്ലിക സുകുമാരൻ ഇതിനോട് പ്രതികരിച്ചിരുന്നു. രാജിവെക്കേണ്ടത് ശ്വേതയായിരുന്നില്ല എന്നതാണ് മല്ലിക സുകുമാരൻ പറഞ്ഞത്. ജോയ് മാത്യുവിന്റെ പിന്തുണ ശ്വേതയ്ക്കാണ്, ആ ഒരു ധാർമ്മിക പിന്തുണ നൽകേണ്ടതാണ് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഇപ്പോൾ താരസംഘടനയുടെ അംഗങ്ങൾ ഇല്ലാത്തപ്പോൾ താരസംഘടനയായ AMMയെ പിന്തുണയ്ക്കുന്ന രാഹുൽ ഈശ്വർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ശ്വേതാ മേനോനും ഭരണസമിതിയും 1 വർഷമാകുന്നതിന് മുൻപ് രാജിവെച്ചൊഴിഞ്ഞിരിക്കുകയാണ്. ആരുടെ ആവശ്യമായിരുന്നു ഈ രാജി? ശ്വേതാ മേനോൻ ഭരണം ഏറ്റെടുത്തപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ എല്ലാവരും അവർക്ക് ഒരു എന്താ പറയുക പൂർണ്ണമായ പിന്തുണയും സപ്പോർട്ടുമാണ് കൊടുത്തിരുന്നത്. ദൗർഭാഗ്യകരമാണ്. അമ്മ എന്നും പറയാറുള്ളത് പോലെ അമ്മ നമ്മളെല്ലാം സെലിബ്രിറ്റികളായി കാണുന്ന വലിയ താരങ്ങളുടെ സംഘടനയാണ്. അവർക്കിടയിൽ സമവായവും സമാധാനവും ഒക്കെ വേണം. ശ്രീമതി ശ്വേതാ മേനോൻ അതിനുവേണ്ടി പരമാവധി ശ്രമിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വിഷയത്തിൽ അമ്മയോട് ഇപ്പൊ രാജിവെച്ച ചില ആൾക്കാരോട് ബന്ധപ്പെട്ടൊക്കെ സംസാരിച്ചിരുന്നു. അവരുടെ ഉള്ളിലെ വ്യക്തിപരമായ പ്രശ്നങ്ങളും അവരുടെ ഉള്ളിലെ തെറ്റിദ്ധാരണകളും ഒക്കെ ആയിരിക്കണം ഇതിലേക്ക് കൊണ്ടുവന്ന് കുറച്ചുകൂടെ ബെറ്റർ രീതിയിൽ മാനേജ് ചെയ്യാമായിരുന്നു. അമ്മയുടെ തലപ്പത്തേക്ക് സ്ത്രീകൾ വരുന്നത് വളരെ പോസിറ്റീവാണ്. കാര്യം അമ്മയിൽ ഇരിക്കുന്ന എല്ലാവരും പണ്ട് മുതലേ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ശ്രീ സിദ്ദിഖ് അടക്കം ശ്രീ മോഹൻലാൽ അടക്കം അമ്മയെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചപ്പോൾ വളരെ ശക്തമായി പൊതുസമൂഹത്തിലേക്ക് വന്ന് അങ്ങനെയല്ല, ചില തെറ്റുകൾ എല്ലാ സംഘടനയിലും ഉണ്ടാകും, എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായി അവരെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് എടുത്തത്. ഒരുപക്ഷെ ശ്രീമതി രേണുവിന് ഓർമ്മയാണ്, സാക്ഷാൽ ലാലേട്ടൻ മോഹൻലാൽ തന്നെ വളരെ താഴ്മയോടെ വിനയത്തോടെ വരികയും നമ്മുടെ മീഡിയക്കാരോട് പറയുകയുണ്ടായി, ഇന്നലെ വരെ നമ്മൾ ഒന്നായിരുന്നില്ലേ, ഇന്ന് നമ്മൾ എങ്ങനെയാണ് അന്യരായി, ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അന്യരായ. അപ്പൊ സിനിമാ താരങ്ങളെയും അമ്മയെയും കരിവാരി തേക്കുക എന്നൊരു അജണ്ട പലപ്പോഴും മാധ്യമങ്ങൾക്ക് ഭയങ്കരമായിട്ടുണ്ട്. മാധ്യമ സമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് മേലിൽ ഉണ്ടാകാറുണ്ട്. ഇവരാരും ഈ പ്രൊഫഷണൽ ഓർഗനൈസേഴ്സ് ഒന്നും അല്ലല്ലോ. ഇപ്പൊ മാധ്യമങ്ങൾക്ക് എന്താ അജണ്ട രാഹുൽ? നമുക്കിനി കുറച്ച് സമയമേ ഉള്ളൂ, തർക്കിക്കാനുള്ള സമയമില്ല. മാധ്യമങ്ങൾക്ക് ഇതിലും അജണ്ടയില്ല. മാധ്യമങ്ങൾ പറയുന്നതിന്റെ അപ്പുറമാണ് അവിടെ നടക്കുന്നത്. നോക്കൂ, താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡിയിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതിന്റെ വ്യക്തമായ രൂപം നമുക്ക് ഇപ്പോഴും ഇല്ല. അതിലൊരു ഭാഗമാണ് മാധ്യമങ്ങൾ പറയുന്നത്. അവിടെ നടക്കുന്നത് അതിന്റെ അപ്പുറമാണ്. അങ്ങനെയല്ല, മാധ്യമങ്ങൾക്ക് ഇനി രേണുകാജിക്ക് താല്പര്യമുള്ള ഭാഷയെ പറയാം, ഒരു എഡിറ്റോറിയൽ പൊസിഷൻ ഉണ്ട് എന്ന് പറയാം. അതേപോലെ മാധ്യമങ്ങൾക്ക് ഒരു അജണ്ട ഉണ്ടെന്നും ബയസ് ഉണ്ടെന്നും ആൾക്കാർക്ക് പെർസീവ് ചെയ്യാം. അതുകൊണ്ടാണ് താരസംഘടനയുടെ പ്രസിഡന്റ് ആയിരുന്ന ശ്വേതയ്ക്ക് എന്ത് എഡിറ്റോറിയൽ പൊസിഷൻ ആണുള്ളത്? നോക്കൂ, ശ്വേത പറഞ്ഞ വാക്കുകൾ ഇവിടെ നിന്ന് രാജിവെച്ച് പോയ സ്ത്രീകൾ പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് ഇന്ന് ബോധ്യമാകുന്നു എന്നതാണ് ശ്വേത പറഞ്ഞത്. രാഹുലിന് അറിയാമല്ലോ ആ സ്ത്രീകൾ ആരൊക്കെയാണ് എന്നത്. രാഹുലിന് നല്ല ബോധ്യം ുള്ളതാണല്ലോ. പാവയായിരിക്കുന്നവരെയാണ് ഇവർക്ക് വേണ്ടത്, എന്നെ പാവയാവാൻ കിട്ടില്ല എന്നതാണ് പറയുന്നത്. ഏതൊരു നല്ല നിലപാടാണ് ശ്വേത പറഞ്ഞിരിക്കുന്നത്. ഭീകരരായ കുറെ പാട്രിയാർക്കൽ പുരുഷന്മാർ ആരെയാണ് ഉദ്ദേശിക്കുന്നത്? അവർ എന്ന് പറഞ്ഞ് വളരെ അമോർഫസ് ആയ, വളരെ വേപ്പറൈസ്ഡ് ആയ ഒരു സമൂഹത്തിൽ നിന്ന് ഇല്ലാത്ത പാട്രിയാർക്കി എന്ന ഭൂതത്തെ ഉണ്ടാക്കി പോരാടാൻ ശ്രമിക്കുന്നതിൽ എന്ത് അർത്ഥമുള്ളത്? ശ്വേതാ മേനോൻ അടക്കം വന്നപ്പോ എല്ലാവരും വരെ പിന്തുണച്ചതല്ലേ? അവരുടെ ഉള്ളിലെ മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങൾ കാരണവും പരസ്പരം സമവായം ഉണ്ടാക്കുന്നതിന്റെ കാരണവും ശ്രീമതി മല്ലിക സുകുമാരൻ അടക്കം ചൂണ്ടിക്കാട്ടിയ പല കാരണങ്ങൾ കൊണ്ടും അവർക്ക് ഒരുമിച്ച് പോകാൻ കഴിഞ്ഞില്ല. ഇതിന്റെ പിന്നിൽ എവിടെങ്കിലും ഇരുന്ന് ചില ആണുങ്ങൾ ഗൂഢാലോചനയോടെ പാട്രിയാർക്കി കളിച്ചുകൊണ്ട് ചരട് വലിക്കുകയാണെന്നൊക്കെ പറയുന്നത് ഫാൻസിഫുൾ ഇമാജിനേഷൻ ആണ്, ഒരു ഫിഗ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആണ്. ഇന്നതാ ഈ വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ വലിയ തർക്കം ഉണ്ടാകുന്നു, ഇവരുടെ റിപ്പോർട്ട് സംബന്ധിച്ച് തർക്കം ഉണ്ടാകുന്നു. അപ്പോൾ ശ്വേത പറയുകയാണ്, എനിക്കൊരു 45 ദിവസം തരൂ ഇത് ക്ലിയർ ചെയ്യാനെന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാതിരുന്നവർ സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു എന്നിവരാണ്. മുൻ ഭരണസമിതിയിലുള്ളവരാണ്. അവർ ആരോപണ വിധേയരായിരുന്നു. അങ്ങനെയാണ് അവർക്ക് പുറത്തു പോകേണ്ടി വന്നത്. ഇവരാണ് ഇത് സമ്മതിക്കാതിരുന്നതിലെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആളുകൾ. അവർക്ക് പുറത്തു പോകേണ്ടി വന്നതല്ല, അവർ ആ സ്പിരിറ്റ് എടുത്ത് രാജിവെച്ചതാണ്. ശ്രീ സിദ്ദിഖിനെതിരെ അടക്കം വന്ന കാര്യങ്ങളിൽ സുപ്രീം കോടതി അദ്ദേഹത്തിന് അനുകൂലമായ പരാമർശത്തോടു കൂടി ജാമ്യം കൊടുത്തതാണ്. ഈ പലരെയും കള്ളക്കേസിൽ കൊടുക്കാൻ പല ആൾക്കാരും ശ്രമിച്ചപ്പോ അമ്മ രാജിവെക്കുകയും അമ്മയുടെ കോമൺ സ്പിരിറ്റ് എടുത്തുകൊണ്ട് എല്ലാ ഭരണസമിതികളും കൂടി രാജിവെക്കുകയാണ് ഉണ്ടായത്. അല്ലാതെ സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് തന്നിരിക്കുന്നു, എനിക്ക് എന്റെ സ്ഥാനം തിരിച്ചു തരൂ എന്നത്
അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകുമായിരുന്നു. അതല്ലാണ്ട് ഇപ്പോ ശ്വേതയുടെ മേളിൽ എല്ലാ കുറ്റാരോപണവും ശ്വേതയുടെ മേളിലിട്ട് ഇവരെ കൊള്ളില്ല, ഇവർക്ക് ഭരണം നടത്താൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറ്റണോ? അങ്ങനെയാണോ? അതിനുള്ള ശ്രമമാണോ നടന്നത്? എനിക്ക് ശ്വേതാ മേനോൻ മാഡത്തെ ഇഷ്ടമാണ്. നേരത്തെ ക്ലീൻ ചിറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ശ്രീ ദിലീപിന് ക്ലീൻ ചിറ്റ് കൊടുത്തല്ലോ കോടതി. ശ്രീ ദിലീപ് നിരപരാധിയാണെന്ന് പൂർണ്ണമായിട്ട് കോടതി പറഞ്ഞല്ലോ. ദിലീപിനെതിരെ പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിച്ചല്ലോ. ഏതെങ്കിലും നിങ്ങൾ ചാനലുകൾ ശ്രീ ദിലീപിന് ശക്തമായി അനുകൂലിച്ച് ചർച്ച എടുക്കുകയോ ശ്രീ ദിലീപിനെ അന്ന് പുറത്താക്കാൻ കാണിച്ച അമിതാവേശം ഉണ്ടായിരുന്നല്ലോ, ആ ആവേശത്തിന് പകരം എടുത്തോ? കോടതിയുടെ ഭാഗത്തു നിന്ന് വ്യക്തമായ ഒരു ഉത്തരവ് വന്നതല്ലേ? കോടതി ശ്രീ ദിലീപിനെതിരെ പറഞ്ഞ എല്ലാ കള്ളങ്ങളും പറഞ്ഞതല്ലേ? ദ ലാർജർ പോയിന്റ് ബീയിങ് ഇവിടെ ആരും കൊടുത്തിട്ടുണ്ട്, പക്ഷെ നീതി കിട്ടിയിട്ടില്ല എന്നതാണ് അതിജീവിത നീതി കിട്ടി എന്നുള്ളതാണ് സത്യം. പിന്നെ വേറെ ആര് തീരുമാനിക്കും? ഇവിടുത്തെ മീഡിയ നീതി വേണ്ടത് അവരുടെ നീതിക്ക് വേണ്ടിയാണല്ലോ പോരാടിയത്. നീതി കിട്ടിയില്ല എന്ന് നീതി മതിയോ? ഇതിൽ കള്ളക്കേസിൽപ്പെട്ട ശ്രീ ദിലീപിന് നീതി വേണ്ടേ? ഇതിൽ സ്ത്രീകൾക്ക് മാത്രം നീതി മതിയോ? എന്താ ആണുങ്ങൾക്ക് കള്ളക്കേസിൽപ്പെട്ട നീതി വേണ്ടേ? കള്ളക്കേസാണ് കോടതി പോലും പറഞ്ഞില്ലല്ലോ. കള്ളക്കേസാണെന്ന് കോടതി പറഞ്ഞോ രാഹുൽ? കള്ളക്കേസാണെന്ന് കോടതി പറഞ്ഞു. കള്ളക്കേസാണ് എന്ന് കോടതി പറഞ്ഞു. കള്ളക്കേസാണെന്ന് രാഹുൽ എന്ന് വിധിച്ചാൽ മതിയോ? രാഹുലെ സമയം കുറവാണ്. രാഹുൽ അങ്ങ് വിധിച്ചാൽ മതിയോ കള്ളക്കേസാണെന്ന്? രാഹുൽ അങ്ങ് വിധിച്ചാൽ മതി. ഞാൻ രാഹുലിനോട് പറഞ്ഞിട്ടുണ്ട്, ഈ ചർച്ചകളിലൊക്കെ വരുമ്പോ ഏട്ടനെ വെള്ളം പൂശാൻ വേണ്ടി രാഹുൽ സമയം കളയരുത്. ഏട്ടനെ വെള്ളം പൂശാൻ വേണ്ടിയുള്ള സമയമല്ല ഇത്. താങ്കൾ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ ദിലീപിനെതിരെ അജണ്ട വെച്ച് പെരുമാറി. അതിന്റെ ജാള്യത ഇന്നും മാറിയിട്ടില്ല. ആ കേസിൽ തേഞ്ഞൊട്ടി പരാജയപ്പെട്ടതിന്റെ ജാള്യത ഇതുവരെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കും ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽ മീഡിയയ്ക്കും മാറിയിട്ടില്ല. ഒരു ജാള്യതയില്ല. ജാള്യത ഉള്ളത് കൊണ്ടായിരിക്കും താരസംഘടനയിൽ പോലും വരാതെ വീട്ടിലിരിക്കുന്നവർക്കായിരിക്കും അതിന്റെ ജാള്യത. എനിക്കൊരു ജാള്യതയില്ല. താങ്കൾ പറഞ്ഞല്ലോ കുറ്റവിമുക്തനായെന്ന് താങ്കൾ പറഞ്ഞിട്ട് വീട്ടിലിരിക്കുന്നവർക്കായിരിക്കും ജാള്യത ഉള്ളത്. കുറ്റവിമുക്തനായെന്ന് താങ്കൾ അവകാശപ്പെട്ടിട്ട് വീട്ടിലിരിക്കുന്നവർക്കായിരിക്കും ജാള്യത. അല്ലെങ്കിൽ അവരെ കൂടെ കൂട്ടാൻ കൊള്ളില്ല എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമുള്ളത് കൊണ്ടായിരിക്കും രാഹുൽ. ഇത് ആ വിഷയത്തിലുള്ള ചർച്ചയല്ല. ആ വിഷയത്തിലുള്ള ചർച്ചയല്ല. ദയവായി അതിൽ വെള്ളപൂശാനുള്ള സമയമായി ഇതിനെ കാണരുത്. ചാനൽ ചർച്ചകളിൽ മുഖം കാണിക്കാൻ പോലും ധൈര്യമില്ലാതെ വീട്ടിൽ ഒളിച്ചിരിക്കുക. ശ്രീ ദിലീപ് പുതിയ സിനിമ ഇറക്കുകയും ലാലേട്ടനോടടക്കം സിനിമ ഇറക്കുകയും ആ സിനിമ നന്നായി പോവുകയും ചെയ്തു. ആരും കാണാത്ത സിനിമയെ കുറിച്ചൊന്നും ഇവിടെ പറയേണ്ട രാഹുൽ. ഞാൻ രാഹുലിലേക്ക് തിരിച്ചെത്താ. ദിലീപിനെതിരെ അതെന്താ അറിയാമോ? മാഡം കണ്ടില്ലെന്നേ ഉള്ളൂ. അത് അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടിയ സിനിമയാ. ദിലീപിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാണാം. എന്തുകൊണ്ടാണ് ഈ ഫെമിനിസ്റ്റുകൾ എന്ന് വിചാരിച്ചാലും ദിലീപിനെ ചെയ്യാൻ പറ്റാത്തത്? ഈ നാട്ടിൽ കോടതികളുണ്ട്. രാഹുലിന് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാ ഒറ്റ കാര്യമേ ഉള്ളൂ. ശ്വേതാ മേനോൻജിക്ക് എല്ലാവരും പിന്തുണ നൽകി. കേരള സമൂഹം മുഴുവൻ പിന്തുണ നൽകി. അവരുടെ ഇടയിൽ അസ്വാരസ്യങ്ങളും സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായി. അത് കാരണം അവർ രാജിവെച്ചു. അല്ലാതെ ഇതിന്റെ പിന്നിൽ ഒരു പാട്രിയാർക്കൽ ഗൂഢാലോചനയാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ശ്വേതാ മേനോനെ എല്ലാരും പിന്തുണച്ചില്ലേ? ആരെങ്കിലും എതിർത്തോ? ആരെങ്കിലും ശ്വേതാ മേനോനെ എതിർത്തോ? എല്ലാരും അവരെ പിന്തുണച്ചു. പക്ഷെ പിന്നീട് അവർക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവർ പക്ഷേ ഈ സംഘാടകയും കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. ഗംഭീര നടിയാണ്. അമീർ ഖാന്റെ കൂടെയും സൽമാൻ ഖാന്റെ കൂടെ ഒക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ അവർക്ക് ഇവിടെ കണ്ടു നമുക്ക് പോകാൻ കഴിഞ്ഞില്ല. ശ്രീ ഇടവേള ബാബു അടക്കമുള്ളവർ മികച്ച സംഘാടകരാണ്, നമുക്കറിയാവുന്നവരാണ്. അവർ എത്രയോ വർഷം അമ്മയെ നല്ല രീതിയിൽ കൊണ്ടുപോയതാണ്. അപ്പൊ ആ രീതിയിൽ സംഘാടന മികവ് ഒരുപക്ഷെ വേണ്ട രീതിയിൽ അവർക്ക് കാണില്ല. പുതിയ ഭരണസമിതി വരട്ടെ, പുതിയ ആൾക്കാർ വരട്ടെ, അങ്ങനല്ലേ ചെയ്യാൻ പറ്റൂ. നല്ല രീതിയിൽ സംഘടനയെ കൊണ്ടുപോകാൻ കഴിവുള്ള ആൾക്കാർ വേണ്ടേ? അതെ അതെ. ഇടവേള ബാബു ആയിരുന്നപ്പോഴാണ് സ്വന്തം കിന്നായിരുന്ന ഒരു സ്ത്രീക്ക് ഇതൊരു സെക്ഷൽ അസോൾട്ട് വരികയും, ഞാനല്ല, സെക്ഷൽ അസോൾട്ട് എന്നുള്ളത് കോടതി വരെ അംഗീകരിച്ച കാര്യമാണ്. സെക്ഷൽ അസോൾട്ട് വരികയും അവരെ പ്രൊട്ടക്ട് ചെയ്യാതിരിക്കുകയും അല്ലെ ക്രൈസിസിലോട്ട് പോകുകയും ഒക്കെ ചെയ്ത ആ സന്ദർഭങ്ങളെയാണ് ഇപ്പൊ രാഹുൽ ഈശ്വർ പറയുന്നത് വളരെ നന്നായിട്ട് സംഘടനാ പാഠം ഉണ്ടായിരുന്നു എന്ന്. അതെനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഏത് പാരാമീറ്റർ വെച്ചാണ്? മഹാതാരങ്ങൾ ഉൾപ്പെടെ നടത്തിയ വാർത്താ സമ്മേളനം, അവരുടെ ആ എന്താ ഒരുപാട് ഇല്ല എന്ന് പറഞ്ഞ മഹാനടനാണ്. അതെ, അവരുടെ ആ പ്രഭാവലയം അന്ന് ഇല്ലാതായതാണ് കുറെ അധികം ആരാധകർക്ക് മുന്നിൽ. അത് ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല. ഞാൻ രാഹുലിനോട് വരാം. രഞ്ജിനി, ദൃശ്യം 300 കോടി കടന്നത്. രഞ്ജിനി, അതിപ്പം നമ്മളുടെ ഓരോ കോൺസെപ്റ്റ് അല്ലേ, അതില്ലാതെയാ എന്നും പറഞ്ഞ് സിനിമ കാണാതിരിക്കാൻ പറ്റുമോ നമുക്ക്? ഞാൻ രാഹുലിലേക്ക് വരാം. രഞ്ജിനി, ദിലീപിന്റെ കാര്യത്തിൽ വേറെ ഒന്നും ലാലേട്ടന്റെ നല്ല പറഞ്ഞ കാര്യമാണ് രാഹുൽ പറഞ്ഞത്. സമയം കളയാതെ
രഞ്ജിനി നോക്കൂ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.